വീട്ടിനെ പറ്റി എന്താണ് അഭിപ്രായം? അത് തേച്ചാൽ വെളുക്കും. നിന്റെ ധിക്കാരം കൂടെ കൂടുന്നുണ്ട്. റിവിഷന്റെ കാര്യമേ റിപ്പോർട്ടിൽ പറയുന്നില്ല. നമ്മുടെ ഒന്നും ഫിക്സേഷൻ തന്നെ ശരിയായിട്ടില്ല, പിന്നല്ലേ റിവിഷൻ? ഫയൽ ഫോർവേഡ് ചെയ്തിട്ടുണ്ടല്ലോ. GACD 17/89 ഡേറ്റ് 12/189. അത് അറിയേഴ്സിന്റെ ഫയലാ. പറഞ്ഞതുപോലെ അരിയേഴ്സും ഉണ്ടല്ലോ. ആ IAS എന്ന് കേട്ടപ്പോഴാ ഓർത്തത്. അരി തീർന്നു കേട്ടോ. നമ്മുടെ എക്കോണമി ആകെ തകിടം മറിഞ്ഞിരിക്കുകയാണ്. എൻസും മീൻസും സൗത്ത് പോൾ നോർത്ത് പോൾ. പോട്ടെ, ഒരുപാട് ടൈപ്പ് ചെയ്യാണ്ട്. ശരി, അവരുടെ മുമ്പ് വെച്ചാണോ അരി തീർന്ന കാര്യം പറയുന്നത്? അരി തീർന്ന പിന്നെ പറയണ്ടേ? കുറച്ചു ദിവസമായി ഞാനിത് കാണാൻ തുടങ്ങിയിട്ട്. നിങ്ങൾ ബാച്ചിലേഴ്സ് മാത്രമല്ല, ഞങ്ങൾ കുറച്ച് ഫാമിലീസും ഈ ഏരിയയിൽ താമസം ഉണ്ടെന്നുള്ള ഓർമ്മ വേണം. മനസ്സിലായില്ല? സ്ത്രീകൾക്ക് ഇതിൽ വഴി നടക്കല്ലേ? അവരെ കമന്റ് അടിക്കുക, കണ്ണിറുക്കി കാണിക്കുക, വശീകരിക്കാൻ ശ്രമിക്കുക. മനുഷ്യന്മാരായാലും കുറച്ച് സദാചാര ബോധമൊക്കെ വേണം. ഇയാൾ എന്തോ ഈ പുറമ്പ്? ഈ നാട്ടിലെ സ്ത്രീകളുടെ ഉത്തരവാദിത്വം മുഴുവൻ താൻ ഏറ്റെടുത്തിരിക്കുകയാണ്. എനിക്കൊരു മനസാക്ഷിയുണ്ട്, അതുകൊണ്ടൊന്ന് ഉപദേശിച്ചതാണ്. നിങ്ങൾ നല്ലവരായി ജീവിക്കണം, ചീത്ത മാർഗത്തിലൂടെ സഞ്ചരിക്കരുത്. എല്ലാ ഭാരതീയരും നമ്മുടെ സഹോദരി സഹോദരന്മാരാണ്. വരട്ടെ. സാർ, സാറിന്റെ കല്യാണക്കത്ത് റെഡി ആയിട്ടുണ്ട്. ആഹാ, തലക്കുള സാർ വന്നു കഴിഞ്ഞാൽ പിന്നെ പത്രം അടിച്ചു തുടങ്ങുമല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ രാവിലെ 5 മണിക്ക് തന്നെ ഇതിന്റെ പ്രിന്റ് ചെയ്ത് തുടങ്ങി. 2000 കോപ്പി അടിച്ചു. രാഘവൻ നായരുടെ മകനും താളത്തിൽ ചന്ദനായരുടെ മരുമകനും. എന്റെ അമ്മാവന്റെ പേര് ചന്തു നായർന്നല്ലടോ. ചന്ദനായരോ? അല്ല, സാറ് തന്നെയല്ലേ പ്രൂഫ് നോക്കി തന്നത്. 2000 കോപ്പിയും താൻ അടിച്ചു കഴിഞ്ഞോ? ഓ, 2000 കോപ്പി അടിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ എന്ത് ചെയ്യും? അല്ല, ഒരു കാര്യം ചെയ്യാം സാർ. ഈ ചന്ത എന്നുള്ളത് പേന കൊണ്ട് തിരുത്തി ചന്തു നാക്കി കളയാം. 2000 കോപ്പിയിലും അല്ലേ? ഓരോന്ന് ഓരോ നോക്ക് സാറേ, ഓരോന്നും അടിച്ചു വെച്ചിരിക്കുന്നത്. ഇതൊക്കെ അവനവന് പറ്റുമ്പോഴേ പഠിക്കൂ. അക്ഷരാഭ്യാസം ഇല്ലാത്തവനൊക്കെ പിടിച്ചിട്ട് കമ്പോസിറ്റർ ആക്കിയതിന്റെ പലേ ഞാനും എന്റെ പത്രം അനുഭവിച്ചുകൊണ്ടിരിക്കുക. സാറിന്റെ പത്രം ഈ പ്രസ്സിൽ അടിക്കണമെന്ന് ഞാൻ നിർബന്ധിച്ചിട്ടില്ലല്ലോ. വേറെ ഏതെങ്കിലും പ്രസ് കൊണ്ടുപോയി അടിച്ചോളൂ. ഇന്നലെ 8:30 മണിക്ക് കാശും കൊണ്ടുവരാമെന്ന് പറഞ്ഞ ആളല്ലേ? സാറിന് ഇവിടെ പ്രത്യേകം മേശയും കസേരയും തന്നതും ഇവിടെ പത്രം അടിക്കാൻ സമ്മതിച്ചൊക്കെ സാർ അച്ഛന്റെ പഴയ പരിചയക്കാരനാണെന്ന് വിചാരിച്ചിട്ടാ. അത് സാർ മുതലെടുക്കരുത്. സാറിന്റെ ഇന്നലെ 8:30 മണിക്ക് വരാതിരുന്നത് അറിഞ്ഞില്ലേ? ഇല്ല. ആ എഞ്ചിനീയർ ജോണിനെ തല്ലിയടോ AKP കമ്പനിയുടെ മുമ്പിൽ വെച്ച്. എന്ത് പ്രശ്നം? ആ കമ്പി പ്രശ്നം. അന്ന് നമ്മുടെ പൊതുരംഗത്തിൽ ഞാനൊരു വാർത്ത എഴുതിയില്ലേ? ആ പ്രശ്നം. അതിനല്ലേ സാറിന് മുമ്പൊരിക്കൽ തല്ല് കിട്ടിയത്? അത് ചാക്കോ ഡോക്ടറെ പ്രശ്നം, വ്യാജ സർട്ടിഫിക്കറ്റിനെ പറ്റിയിട്ട്. ഓഹോ, എന്നിട്ട് എന്നെ അയാൾ തല്ലിയപ്പോ എനിക്ക് സഹിച്ചില്ല. ഞാനൊരു 5-6 ആളെയും കൂട്ടി തിരിച്ചു തല്ലാൻ പോയോ? ഇല്ല, നേരെ ബാറിൽ പോയി നന്നായിട്ട് കുടിച്ചു. നിങ്ങൾക്ക് ഓരോ ദിവസവും കുടിക്കാൻ കാശുമുണ്ട്, കാരണമുണ്ട്. ഇവിടെ പ്രസ് അന്നന്ന് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്റെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്നു. സ്വർണ്ണം എടുക്കണം, പന്തല് കെട്ടണം, കട്ടില് വാങ്ങണം, 100 പ്രശ്നങ്ങളാണ്. എന്നെ പറ്റി വല്ല വിചാരമുണ്ടോ സാറിന്? ദിനേശ, നിന്നെപ്പറ്റി എനിക്ക് വിചാരില്ല എന്ന് പറയരുത്. 3 ദിവസം ഉറക്കൊളിച്ചിരുന്ന് എഴുതി ഉണ്ടാക്കിയതാ ഈ മംഗളപത്രം, നിന്റെ കല്യാണത്തിന് വായിക്കാൻ. നവദമ്പതികളെ, ഇണക്കുരുവികളെ, ഈ സമ്മോഹനവേള അവിസ്മരണീയമാണ്. പ്രേമകുസുമങ്ങളെ, ജീവിതം ഒരു പനിനീർമെത്തയല്ല. മുന്നോട്ടുള്ള പ്രയാണത്തിൽ കാരമുള്ളുകളും കുപ്പിച്ചില്ലുകളും കണ്ടേക്കാം. തളരരുത്, തട്ടിമാറ്റി മുന്നേറുക ഇണക്കുരുവികളെ. സാന്ധ്യ സിന്ദൂരത്താൽ സുദീപ്തമാകുന്ന സ്നേഹത്തിന്റെ നെയ്ത്തിരി നാളങ്ങൾ പോലെ, മന്ദമാരതിന്റെ തലോടലിൽ ഇളകിയാടുന്ന പൂവല്ലി പോലെ,
വെണ്ണിലാവിൽ ചാലിച്ചെഴുതിയ കവിത പോലെ നിങ്ങളുടെ ജീവിതം ഒരു 100 കാലം ജ്വലിച്ചു നിൽക്കട്ടെ.